അവളുടെ ആരാധ്യ എന്ന പേര് അവളുടെ ജന്മദിനായിരുന്നു, ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജന്മദിനാശംസകൾ നേരവക്ക്. ജയിക്കുമോ കൃഷ്ണാസേട്ടൻ? ജയിക്കുമോ ഇവിടെ? ഉറപ്പാണോ? ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസാണ് കാട്ടാക്കട ഇത്തവണ മത്സരിക്കുന്നത്. കാട്ടാക്കട അദ്ദേഹത്തിന് ആർക്കും പരിചയപ്പെടുത്തേണ്ടാത്ത മണ്ഡലമാണ്. എങ്ങനെയുണ്ട് ഇത്തവണ? 3 സ്ഥാനാർത്ഥികളും ആയിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ 100% വിജയവിശ്വാസത്തിലും ശുഭാപ്തി വിശ്വാസത്തിലുമാണ്. കാട്ടാക്കടയിലെ നല്ലവരായ വോട്ടർമാർ ഇത്തവണ ബി.ജെ.പിക്കും എൻ.ഡി.എക്കും അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം കഴിഞ്ഞ അതിൻ്റെ ലക്ഷണങ്ങൾ, അതിന് വ്യക്തമായ തെളിവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കാട്ടാക്കടയിൽ ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. ഏതാണ്ട് 6000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. UDF 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തുമായിരുന്നു. ഈ വിജയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. അപ്പം അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതികരണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ജനങ്ങൾക്ക് ഇവിടുത്തെ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ച് അതിൽ ജാതിയില്ല, മതവുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ വോട്ടർമാരും ഈ മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും മടുത്തിരിക്കുകയാണ്. ഇവർ കാലാകാലമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, വോട്ട് വാങ്ങും, ജയിച്ചു പോകും. പക്ഷേ ഈ ഗ്രാമപ്രദേശമായിട്ടുള്ള ഈ കാട്ടാക്കട മണ്ഡലത്തിൽ 6 പഞ്ചായത്തിലും ഒരു വികസനവും ഇതുവരെ എത്തിയിട്ടില്ല. അത് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ഇനി കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ കുടിവെള്ളം ഇന്ന് കിട്ടാക്കനിയാണ്. പല പഞ്ചായത്തിലും കുടിവെള്ളമില്ല. അതേപോലെ തന്നെ ഈ നിരവധി നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റാവുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഇവിടെയുണ്ട്. സത്യത്തിൽ ഇത്തരത്തിൽ അതിനൊക്കെ വികസിപ്പിച്ചിരുന്നുവെങ്കിലും പുതിയ തലമുറക്ക് ഇവിടെ ജോലിയും അതുപോലെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കാമായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇവിടെ സാധാരണ ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലെടുക്കാനുള്ള യാതൊരു പദ്ധതിയും പരിപാടിയില്ല. ഇപ്പം ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നിരിക്കുകയാണ്. അനന്തമായ വികസന സാധ്യതയുണ്ട് ഇവിടെ. ലോജിസ്റ്റിക് മേഖലയിൽ, അതേപോലെ തന്നെ നമ്മുടെ IT മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതുപോലെ ഇവിടുത്തെ നല്ല കാർഷിക മേഖലയാണ്. അവർ നിരവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നാളികേരമായിക്കോട്ടെ, അത് വാഴക്കൊലയായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ചക്ക, അങ്ങനെ നിരവധി ഇതെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കർഷകന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവാക്കിക്കൊണ്ട് ഒരുപാട് വ്യവസായങ്ങൾ തുടങ്ങാൻ സാധിക്കും, ഫുഡ് പാർക്ക് ഉൾപ്പെടെയുള്ള. പക്ഷെ അതാ ഞാൻ സൂചിപ്പിച്ച, അതിനെ സംബന്ധിച്ചൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ട് ഈ മേഖല സമഗ്രമായ വികസനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ഇതുവരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള MLA ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ കഴിഞ്ഞ 10 വർഷം ഇവിടെ ജനപ്രതിനിധി CPM ആണ്, അതിനു മുമ്പ് കോൺഗ്രസ് ആണ്. പക്ഷെ ഇവരൊക്കെ ഇവിടെ പ്രതിനിധിയെ വിജയിച്ചു എന്ന് മാത്രമല്ല, അവരെ പാർട്ടി തന്നെയാണ് കേരളം ഭരിച്ചത്. പക്ഷെ എന്നിട്ട് പോലും ഒരു സാധാരണക്കാരന് പോയിട്ട് ചികിത്സ നേടാൻ പറ്റിയ ഒരു സർക്കാർ ആശുപത്രിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബിസ്മിതർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, കേരളം മുഴുവൻ അറിയപ്പെടുന്നത്, നെഞ്ചുവേദനയായിട്ട് പോയത്, ഒരു സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടത്. ഇത് തന്നെയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഇവിടെ ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. 10 ആളുകൾക്ക് പോലും കിടത്തി ചികിത്സിക്കാൻ അവിടെ സൗകര്യമില്ല. ഒരു കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല വാഗ്ദാനങ്ങൾ പലതും നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരു വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ MLA ഇവിടുത്തെ ജനപ്രതിനിധിമാരുടെ പ്രത്യേകത എന്താ അറിയോ? ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ വികസനത്തെക്കുറിച്ചും വാഗ്ദാനത്തെക്കുറിച്ചും ഓർക്കുന്നത് 4 വർഷം 11 മാസം 20 ദിവസം കഴിഞ്ഞാലാണ്. അവസാനത്തെ 10 ദിവസമാണ് കാട്ടാക്കടയിലെ വോട്ടർമാരെക്കുറിച്ച്, വാഗ്ദാനത്തെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച്, ജനക്ഷേമത്തെക്കുറിച്ച് അവർ ഓർക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ചയുണ്ടല്ലോ, നിങ്ങളെ മാധ്യമങ്ങൾക്കൊന്നും രക്ഷയില്ലായിരുന്നില്ല. കാരണം ഉദ്ഘാടനത്തിൻ്റെ ഉഡായിപ്പ് ഉദ്ഘാടനം. ഈ നാട്ടിലെ വോട്ടർമാർ വിഡ്ഢികളാണെന്ന ധാരണയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് ഇത്തവണ അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറാത്തത് ഇനി മാറും എന്നുള്ള ഞങ്ങളുടെ സങ്കല്പം നെഞ്ചേറ്റാൻ ഇവിടുത്തെ വോട്ടർമാർ തയ്യാറാകും. ഈ CPMനും കോൺഗ്രസിനും ബദലായിട്ട് BJP NDA 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ
തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാട്ടാക്കടയും മാറുമെന്ന പ്രതീക്ഷയിലാണ് പി കെ കൃഷ്ണദാസിന്റെ BJP സ്ഥാനാർത്ഥിയുടെ ഭവന സന്ദർശനങ്ങൾ, പള്ളിച്ചൽ ഭാഗത്ത് ഭവന സന്ദർശനങ്ങൾ അദ്ദേഹമുള്ളത്, അത് പുരോഗമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.